നമ്മളിപ്പോ എങ്ങോട്ടാ പോകുന്നേ? നമുക്ക് ചായ അടിച്ചാൽ പോയാലോ? ഇൻട്രോ എത്രത്തോളം ശരിയാണല്ലോ. അപ്പോൾ ഞങ്ങൾക്ക് 4 ആൾക്കും ഓഫ് കിട്ടിയ ഡേയിൽ ഞങ്ങൾക്ക് ഒറ്റ മൈൻഡിലൊരു പൂതി ചായ കുടിക്കാൻ പോകാൻ. ഈ ഒരു സ്പോട്ട് നോക്കി എന്താ രസമല്ലേ കാണാൻ. ഇത് വരുന്നത് കാലങ്കോട്ട് ലേ മെറിഡിയൻ 5 സ്റ്റാർ ഹോട്ടലിൻ്റെ നേരെ കീഴിലേക്ക് പോകുന്ന ഒരു വഴിയിലാണ് ഈ ഒരു ഹോട്ടൽ സ്ഥിതി ചെയ്യണത്. ഡൗൺ സ്ട്രീറ്റ് എന്നാണ് ഈ ഒരു ചെറിയൊരു ചായക്കടൻ്റെ പേര്. ചെറിയൊരു സ്പേസാണ്, നല്ല ഡൈനിങ് ഏരിയ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഞങ്ങൾ വന്നപ്പോൾ ഇങ്ങനെ തുടങ്ങണുള്ളൂ പരിപാടി. മസാല ബോണ്ടി ഗോവൻ ബ്രെഡ് നമ്മുടെ ഗ്ലാസ്സിൽ കൂടെ നോക്കുകയാണെങ്കിൽ ഞങ്ങൾ ഇടുക്കിയായിരുന്നു. അപ്പോൾ ഞങ്ങൾ അതെടുത്തു, 2 ചായ ഓർഡർ ചെയ്തു. ചായ സെൽഫ് സർവീസാണ്. പരിപാടി നമുക്ക് കിട്ടിയെങ്കിൽ നമുക്ക് റിവ്യൂ തുടങ്ങാം. ഗോവൻ സ്വീറ്റ് ബ്രെഡ് ഗോവക്കാരുടെ സ്പെഷ്യൽ സാധനമാണ്. ചെറുമട്ടത്തിലൊരു സ്വീറ്റും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇവിടുന്ന് കഴിച്ചത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വിഭവമാണ്. ടേസ്റ്റിൽ സംഭവമാണ്. ജീരകവും അങ്ങനത്തെ നമ്മുടെ നാട്ടിലൊരു മുട്ടപ്പത്തിൻ്റെ ആ ഒരു വൈബ് നല്ല രസം. അല്ലേ? എങ്ങനെയുണ്ട് ബജി? എങ്ങനെയുണ്ട്? എന്താ ജി ഡിസ്ക്രൈബ് ചെയ്യ്. ബജീനെ ബജി ഡിസ്ക്രിപ്ഷൻ ഞാൻ പഠിച്ചില്ല, ഞാൻ പഠിച്ചിട്ട് വരാം. രസല്ലേ? ചായ കഴിഞ്ഞു. പൈസ ഇട്ട് കൊടുത്തിങ്ങനെ. അപ്പോൾ ഒരു റൗണ്ട് ചായ കഴിഞ്ഞു. അപ്പോൾ രണ്ടാമത്തെ ഓർഡർ ചെയ്യാൻ പിന്നെയും പോയിട്ടോ. ഇതാണ് നമ്മളെ കേരളക്കാരുടെ പ്രശ്നം, ചായക്ക് അത്ര ഹരമുള്ള ടീമാണ്. അപ്പോൾ അവിടെ പുതിയ 2-3 ഐറ്റം കൂടി വന്നിട്ടുണ്ട്, മുളക് ബജി സമൂസയൊക്കെ. അതും ഓർഡർ ചെയ്തു. കുഴപ്പമില്ലല്ലേ, നമ്മൾ ചെക്കന്മാരടില്ലല്ലേ. ചെക്കന്മാരപ്പം പോകുമ്പോൾ വേറൊരു വൈബ് തന്നെയാണ്. പൈസ നോക്കിയിട്ട് കാര്യമില്ല. പൈസ കയ്യിലില്ലെങ്കിൽ ഇല്ല പൈസ എല്ലാവരും അവിടെ റൗണ്ട് അടിച്ച് ഓരോ കാര്യങ്ങൾ വാങ്ങണതിൻ്റെ സുഖം വേറെ തന്നെയാണ്. ഈ ഒരു ചെറിയ ഗ്ലാസ്സിന് 15 റുപ്യാണ് ഇവർ ചാർജ് ചെയ്യണത്. ഇതിലേറെ വലിയ ഗ്ലാസ്സുകൾക്ക് കൊടുക്കാല്ല തോന്നുന്നു. ഞാൻ കൊടുക്കണ ചായ വെറുത്താണ്, അതുപോലെ തന്നെ കൊടുക്കണ കടിയും വെറുത്താണ്. 15 റുപ്യാണ് ഈ ഓരോ ബജികൾക്ക് ഇവർ ചാർജ് ചെയ്യണത്. ഗോവ കാലങ്കോട്ട് ലേ മെറിഡിയൻ ഹോട്ടലിൻ്റെ താഴേക്കുള്ള റോഡിലാണ് ഈ ഒരു ഹോട്ടൽ സ്ഥിതി ചെയ്യണത്. അപ്പോൾ ഒന്നും കൂടി പറയാം. പിന്നെ ഈ പറയാനുള്ളത് വെച്ചാൽ ഈ വീഡിയോ കൊണ്ട് എനിക്ക് പറയാം നല്ലൊരു ഫീൽ ഗുഡ് കിട്ടുന്ന ഒരു സംഭവമാണ്. ഈ ഓരോ ചായക്കടയിൽ പോയി സൊറ പറഞ്ഞിങ്ങനെ ഇരിക്കണം ഫ്രണ്ട്സിൻ്റെ ഒപ്പം. അത് വേറൊരു ഫീൽ തന്നെയാണ്. നമ്മൾ എന്ത് പരിഭവങ്ങളുണ്ടെങ്കിലും അതൊക്കെ മാറിക്കിട്ടും അല്ലേ?